വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോകാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കാറൊന്ന് വാഷ് ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കുവാണ് ഞാൻ. ഒരു ചെറിയ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അതിന് മുന്നേ തന്നെ കാർ വാഷ് ചെയ്തൊക്കെ എടുക്കുവാണ്. ഈ ട്രിപ്പ് ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ ടോപ്പോ പിന്നെ ഹാമിൽട്ടൺ, അത് കഴിഞ്ഞ് ഓക്ലൻഡ്, അങ്ങനെ നിർത്തി പോകാനുള്ള പരിപാടിയാണ്. രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ യാത്ര തിരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴയും ചെറുതായിട്ടുള്ളത് കൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് ഇരിക്കുവാണ്. ഹീറ്ററൊക്കെ നല്ലപോലെ കൂട്ടിയിട്ട് യാത്ര ഞങ്ങൾ തുടർന്നു. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ കിടിലമായിട്ട് നല്ലൊരു അടിപൊളി കോടമഞ്ഞ് കണ്ടു. അപ്പോൾ കോടമഞ്ഞ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇറങ്ങി നിന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. നമ്മൾ വയനാടൊക്കെ പോകുമ്പം പോലുള്ള ഒരു ടൈപ്പ് കോടമഞ്ഞ്, അതൊരു നല്ല താഴ്വാരമാണ് ആക്ച്വലി. അപ്പോൾ ഒരു ലുക്കൗട്ട് ഞങ്ങളിങ്ങനെ കണ്ടു. ലുക്കൗട്ട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ വണ്ടി ഇവിടെ നിർത്തിയെന്ന് കയറി കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ നിർത്തി ആ വ്യൂ ഒന്ന് കാണാനായിട്ട് പുറത്തോട്ട് ഇറക്കി. സത്യം പറയാമല്ലോ, നല്ല കിടുകിടാ തണുപ്പായിരുന്നു. എന്നാലും ആ വ്യൂ കാണാതെ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇതിന് മുന്നേ ഇതുവഴി പാസ് ചെയ്തപ്പം ഈ ലുക്കൗട്ട് കാണാനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പക്ഷേ ഇതുപോലെ മഞ്ഞൊന്നും അല്ലായിരുന്നു, അതൊരു നല്ല സമ്മർ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഔട്ട് സൈഡ്, ആ ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു കാഴ്ച കണ്ട നല്ല രസമല്ലേ, നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ ആയിട്ട് അടിപൊളിയല്ലേ. ഇതൊരു നല്ലൊരു താഴ്വാരമാണ്. അപ്പോൾ ഇവിടെ നോക്കിയുള്ള വ്യൂ ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ എൻജോയ് ചെയ്തു. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് ഇപ്പം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികളും പിന്നെ ആ വ്യൂവിനെ പറ്റിയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. മമ്മി ദേ ഇപ്പം വന്ന് കയറുന്നതേ ഉള്ളൂ. മമ്മി പതുക്കെ അവിടെ നിന്ന് ഇരുന്ന് കളഞ്ഞേക്കാം, തണുപ്പൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ മമ്മിക്ക് തോന്നി കാണും എന്നാൽ പിന്നെ വ്യൂ ഒന്ന് ഇറങ്ങി കണ്ടാലോ എന്ന്. അങ്ങനെ മമ്മിയും മേലോട്ട് കയറിയൊക്കെ വന്നു. അങ്ങനെ അപ്പം ഇതാണ് കേട്ടോ നൈസ് വ്യൂ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാടിനെ കാണാൻ പറ്റും. ഇതാണ് കണ്ടോ, വെള്ളപ്പൊട്ട് പോലെ കാണുന്നില്ലേ, അതെല്ലാം ചെമ്മരിയാടിൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിങ്ങനെ അവിടെ ദൂരെ നിൽക്കുന്നതാണ് നമുക്ക് ഈ കാണുന്നത്. എങ്ങനെയാണോ എന്തോ അല്ലേ അവർ ഈ തണുപ്പത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ദൂരമാണ്. 2 മണിക്കൂർ 33 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ വെച്ച് യാത്ര തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി മുന്നോട്ടുള്ള വഴികൾ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. അതായത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഭംഗികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഭംഗിയല്ല അടുത്ത സ്ഥലത്ത് കാണുന്നത്. അത് വേറൊരിതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപരമായിട്ടുള്ള ഇതും പിന്നെ കുറേ പശുക്കളെയും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മളൊരു ടൗണിലെത്തി. അത് കഴിഞ്ഞ് കണ്ടോ ചെമ്മരിയാടിനെ കണ്ടോ, ചെമ്മരിയാട് എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. ഇച്ചിരി വലുതാണ്, നേരത്തെ കണ്ടെല്ലാത്തിനും കുഞ്ഞിന്നല്ലെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ വലുതാണേ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റോഡിലേക്ക് എത്തി. ഇപ്പം കണ്ടോ ഇവിടെ ഇച്ചിരി മൂടിക്കിടക്കുവാണ് റോഡാണ്. ഇപ്പം 2 വശത്തും അപ്പുറം മരങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നു. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്താ കാണുന്നതെന്ന് നോക്കാം. പിന്നെ ഈ സൈനിങ് ബോർഡുകൾ കണ്ടോ, വളവൊക്കെ വരുന്നുണ്ടെന്ന് കാണിക്കുകയാണ്. ആ കറക്റ്റ് ഒരു ഇതിൽ തന്നെ നമ്മൾ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നിൽക്കത്തില്ല. അപ്പോൾ അതേ നമ്മൾ ടോപ്പോയിലേക്ക് പോകണം. ടോപ്പിലേക്കുള്ള ബോർഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ടോപ്പോയിലേക്ക് പോവുകയാണ്. ഇവിടെ മഴ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്, മഴയിൽ പക്ഷേ അവിടെ മഴ പെയ്തിരുന്നു മുന്നേ എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ മൊത്തം നനഞ്ഞ് കിടക്കുമല്ലേ. പിന്നെ ഇതേ വളവുകളുണ്ട്, അതിൻ്റെ ബോർഡ്സൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഈ 2 വശത്തും നല്ല ഭംഗിയുള്ളത് ഇതുപോലെ പല കളറിലുള്ള ഇങ്ങനെ മരങ്ങളൊക്കെ കാണാൻ പറ്റും, നല്ല റെഡും ഒക്കെ ആയിട്ട്. പിന്നെ കണ്ടോ ഈ മരങ്ങൾ കണ്ടോ, ഒരൊറ്റ ഇല അതിലൊന്നും ഇല്ല. അതായത് ഇപ്പോൾ നമ്മളിനി ഓട്ടമാണ്, അപ്പോൾ ഇതിങ്ങനെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മരങ്ങളുണ്ട്. കണ്ടോ ഈ മരമൊക്കെ കണ്ടോ, നല്ല പൊക്കമൊക്കെയുള്ള. അത് നമുക്ക് ഒന്നും എല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞിനി ആ മരം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല, ഇനി അടുത്ത സീസണിൽ ഇനി ആ ഇലകളൊക്കെ ഉണ്ടായി വരത്തുള്ളൂ. വീണ്ടും നമ്മൾ വീണ്ടും പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തി. ഇവിടെ പിന്നെ കുറേ പശുമ്പുകളെ കണ്ടു. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിറയെ പശുമ്പുകളുണ്ട്. വീണ്ടും നമ്മൾ വേറൊരു റോഡിലേക്ക് കയറി. അവിടെ ഇതുപോലെ പിന്നെ നമുക്കിത് നല്ല സണ്ണ് കാണാം. മഴയുടെ ഇതൊക്കെ അങ്ങ് മാറി. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേക ഭംഗിയായിട്ടാണ്. അവിടെ ചിലപ്പോൾ മരങ്ങളായിരിക്കും, ചിലപ്പോൾ ഈ പച്ച കളറിലെ പുല്ലുകൾ പോലെയുള്ളതായിരിക്കും, ചിലപ്പോൾ മലകളായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതി ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്, ഒന്നും പറയാനില്ല.
പിന്നെ കണ്ടോ അങ്ങ് ദൂരെ കണ്ടോ മലകളൊക്കെ നല്ല കോടമഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ കണ്ട താഴ്വാര പോലെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഇതുപോലെയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ടോ സൂര്യൻ കണ്ടോ നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ അടിക്കണം. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഗ്ലാസ്സസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയ്ക്ക് കണ്ണിനകത്തോട്ട് സൂര്യൻ നിൽക്കും. പിന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പം കണ്ടോ പ്രകൃതിയുടെ ഭംഗി ഇതുപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പം പെട്ടെന്നാണ് മാറുന്നത്. ഇപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ മൊത്തം കോണമഞ്ഞായി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ഈ റെഡ് പോസ്റ്റുകൾ കാണുന്നുണ്ട് റോഡിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കയറുവാണ്. അവിടുന്ന് ട്രക്കൊക്കെ ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി കണ്ടോ ഭയങ്കരമായിട്ടും സൂര്യനും കോടമഞ്ഞും ഒക്കെ കൂടെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മളിങ്ങനെ കയറുവാണ്. പക്ഷേ അതും ഒരു ബ്യൂട്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കിക്കോട്ടെ, ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ആ കോടമഞ്ഞൊക്കെ വിട്ട് നീ കണ്ടോ ഇപ്പോൾ ക്ലൈമറ്റ് മാറി നല്ല ക്ലിയറായി. ഇപ്പോൾ നമ്മൾ ഇതിലൂടെയാണോ വന്നതെന്ന് പോലും നമ്മളിങ്ങനെ സംശയിക്കും. കണ്ടോ ഭയങ്കര ക്ലിയറായിട്ട് കയറി. ഇപ്പം നല്ല മരങ്ങളുടെ ഇടയ്ക്കൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുവാണ്. ചെറുതായിട്ട് മഴ ചാറാനും തുടങ്ങി. അപ്പം നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. 100 സോണിൽ കൂടെയുള്ള ഭയങ്കര സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിങ്ങനെ മാറുന്നതും കാണാൻ ഒരു രസം തന്നെയാണ്. ഇപ്പം നമ്മൾ ഹൈവേ കൂടെ ഒരു ചെറിയ ടൗണിലോട്ട് എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ സബ്വേ എന്നുള്ളൊരു ബോർഡ് കണ്ടു. അങ്ങനെ ഇനിയിപ്പം സത്യം പറഞ്ഞാൽ നല്ല എന്തെങ്കിലും കഴിച്ചാലോ എന്നുള്ളൊരിതുണ്ട്. വിശപ്പൊക്കെ അങ്ങോട്ട് തുടങ്ങി. ആക്ച്വലി ഞങ്ങൾ ചെറുതായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ തന്നെ ഉണ്ട്. അപ്പം വണ്ടി എവിടെയെങ്കിലും കാര്യമായിട്ടൊന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും അതിനുശേഷം ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കുവാണ്. അപ്പോൾ ഇതൊരു ചെറിയ ടൗൺ അല്ല, ഇതൊരു വലിയ ടൗൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒരിടത്ത് നിർത്താനായിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഇനി ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചൊന്ന് ചൂടാക്കണം. ഫ്ലാസ്കിൽ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചായ, സാൻഡ്വിച്ച്, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒഴിച്ചു കൂട്ടി. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ വരാറായി. അതാണൊരു റെഡ് ലൈറ്റൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഇവിടെയായിട്ടാണ് നമ്മൾ ട്രെയിനൊക്കെ വരുമ്പം കാത്തിരിക്കുന്ന സ്ഥലം. അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് പോലെയൊക്കെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പം നമ്മളിന്ന് ട്രെയിൻ അവിടെ നിന്ന് വരുമ്പോൾ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഏതോ ഒരു സൈനികരുടെയൊക്കെ ഫോട്ടോസാണ്. പിന്നെ ഇതേ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് കണ്ടു. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇതുപോലെ വേറെ വണ്ടികളൊക്കെ അവിടെ വന്നൊക്കെ നിർത്തി ബ്രേക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തു തുടങ്ങി. അപ്പം ആ യാത്ര വീണ്ടും ആരംഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ്റെ കണ്ണിനകത്തോട്ടാണ് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ ഈ ആകാശം നോക്കിക്കാൻ എന്ത് രസമല്ലേ, മറ്റേ ചെമ്മരിയാടും കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പോലെ ഇല്ലേ ആകാശത്തെ മേഘങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അത് കഴിഞ്ഞ് വേറൊരു വ്യൂ നമുക്ക് കാണാതെ മല കണ്ടോ, നല്ല ഭംഗിയുള്ള മലയല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഡെസേർട്ട് റോഡിലോട്ട് കയറി. വലിയ വെജിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ഡെസേർട്ട് റോഡെന്ന് വിളിക്കുന്നത്. ആകെ കരിഞ്ഞുണങ്ങിയതുപോലെയാണ് ഇവിടുത്തെ പുല്ലുകളൊക്കെ കാണാനായിട്ട്. പക്ഷേ അതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു അടുത്ത ടൗൺ സെൻറ്ററിലെത്തി. ഇനിയൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയും കാണിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് മരങ്ങൾ കൂടി നിൽക്കുന്നത് കണ്ടിട്ടേ ഉണ്ടാകത്തില്ല. നല്ല റെഡ് കളറൊക്കെ ആയിട്ട് കാണിച്ചു തരാവേ. ഈ സൈഡിൽ അത്രയ്ക്കില്ല, പക്ഷെ ആ സൈഡിൽ കണ്ടോ എന്ത് ഭംഗിയെന്നറിയോ. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കാര്യം അത്രയും നല്ല ഭംഗിയാണ്. പിന്നെ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായി. ഈ ഒരു പാലം ഇത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തുവാണ്. ഈ പാലം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു മഞ്ഞ ഇലയുള്ള, അതെ മഞ്ഞ ഇലയുള്ള ഈ ട്രീ ഉണ്ടോ, അതും ഒരു പ്രത്യേക ഭംഗിയില്ല. അവിടെ നിന്ന് മേളിൽ നിന്ന് ആ സൂര്യൻ്റെ വെട്ടവും കൂടെ ആകുമ്പം ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഭംഗിയാണ് കേട്ടോ. എന്ത് രസമല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെയാണല്ലേ എന്നാണ് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സോ നമ്മുടെ ആ വലിയ 2.5 മണിക്കൂറത്തെ യാത്ര ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് ടോപ്പോയിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പോ എത്തി. ഇവിടെ നമ്മൾ വന്നേക്കുന്നത് ഇതാണ് പ്രോൺ പാർക്ക്. പ്രോൺ പാർക്ക് എന്ന് പറയുമ്പം അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടോപ്പോ വന്നപ്പോൾ നമുക്ക് മിസ് ചെയ്തൊരു സംഭവമാണിത്.
പ്രോണിനെ പിടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് ഹുക്ക പ്രോൺ പാർക്ക്. ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റൂടെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നമുക്കിതുപോലെ കുറേ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോൺ വിൽക്കാനുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി നമ്മൾ പ്രോണൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് വാങ്ങി കഴിച്ചു. പക്ഷേ നമ്മൾ ഈ പ്രോൺ പിടിക്കുന്ന എന്താണ് സംഭവം അതെന്താ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ കയറിയപ്പോൾ നമുക്കൊരു വെയിറ്റിംഗ് ടൈം തന്നു. അതായത് ഇനിയും നമ്മളൊരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ വന്ന് ഇവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുവാണ്. ആദ്യം ഒരു ഫാം ടൂറൊക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കാണ് അതിനൊരു ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അവർ നമുക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ട് തന്നു. അതായത് ഇതിൻ്റെ തുടക്കം എന്നാണ് പ്രോൺ പാർക്ക് ആരംഭിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തുടക്കം ആരൊക്കെ ചേർന്നുണ്ടാക്കി, എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ വന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ അവർ കാണിച്ചു തരുമായിരുന്നേ. അത് കഴിഞ്ഞ് ടൂർ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു മദാമക്കുട്ടിയാണ് ഗൈഡായിട്ട് കിട്ടിയത്. അപ്പം പുള്ളിക്കാരത്തി ഞങ്ങളെ അവിടുത്തെ ഒരു പമ്പ് ഷെഡിൽ കൂടെ അകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സൊക്കെ അവർ തന്നു. അത് ആ ഗ്ലാസ് വഴി പുള്ളിക്കാർ പറഞ്ഞു തരുവാണ് ഇനി എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ത്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 28 ഡിഗ്രി മറ്റേത് കോൾഡ് വാട്ടർ. പ്രോൺ വേണ്ട 28 ഡിഗ്രി വെള്ളമാണ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പ്രോൺ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ നമുക്ക് ഇതിലൂടെ നമുക്ക് പ്രോൺ കുഞ്ഞുങ്ങളെയൊക്കെ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ അതിലൂടെയൊക്കെ നോക്കുവാണ്. അത്രയും കുഞ്ഞുങ്ങളാണ്. അപ്പം ഇതിലൂടെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര വലുതായിട്ട് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിക്കേ, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഇതിൽ കൂടെ നോക്കുമ്പോൾ അവറ്റുള്ളത് ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതിനുശേഷം ഞങ്ങൾ പ്രോൺസിനൊക്കെ ഫീഡ് കൊടുക്കുന്നിടത്ത് കൊണ്ടുപോയി. ഇതുപോലുള്ള കുറച്ച് ബോട്ട്സൊക്കെ പലയിടത്തായിട്ട് കാണാം. അതായത് പ്രോൺസ് നമ്മളോട് സംസാരിക്കുന്നത് പോലെയുള്ള ഓരോ രീതിയിലുള്ള എഴുത്തുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബോട്ട്സ് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫീഡൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെ ഫീഡ് ചെയ്യണം എന്നൊക്കെ. അവിടെ ഞങ്ങൾ മാത്രമല്ല ഇതുപോലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ക്ലാസ്സൊക്കെ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തീറ്റ ആയിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് വേണം വെള്ളത്തിനകത്തോട്ട് കൈ ഇറക്കാനായിട്ട്. എന്നിട്ട് വെള്ളത്തിനടിയെത്തിയിട്ട് വേണം നമ്മളിങ്ങനെ കൈ വിതർത്താൻ. അപ്പോഴേക്കും അവറ്റകളിങ്ങനെ വന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അവറ്റകൾ വന്ന് ഇങ്ങനെ കൊത്തി തിന്നും. നമ്മളെ സത്യം പറഞ്ഞൊരു ഇക്കിളി ഫീലാണ്. ഇത്രയും വലുതാണ് കേട്ടോ അവറ്റകളൊക്കെ. ഇത്രയും അതായത് കുഞ്ഞുങ്ങളാണ്, ഇത്രയും വലുതാണ്. അപ്പോൾ ഇനിയാണ് ആ രസമുള്ള പരിപാടി, പ്രോണിനെ പിടുത്തം. ഇതുപോലെ നമുക്ക് ഓരോ ചൂണ്ടയൊക്കെ തന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഓരോ ഫിഷ് ടാങ്കിനടുത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് പേരെ അവർ നിർത്തി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നല്ല വലിയ കൊഞ്ച് കാണാൻ പറ്റും. അതായത് നല്ല ഓറഞ്ച് കളറിലും വൈറ്റ് കളറിലൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളതിൻ്റെ പ്രയത്നം തുടങ്ങിയപ്പോൾ തന്നെ അവർ ഞങ്ങളോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ പിടിക്കുന്ന പ്രോണിനെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണോ, അതോ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്ത് തരണോ, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് കഴിയുമ്പോൾ ഈ പ്രോണിനെ ജീവനോടുകൂടെ തന്നെ തിരിച്ച് വെള്ളത്തിലിടാം. എന്തായാലും ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഒരാൾക്ക് ഞങ്ങളിത് ഈ പ്രോണിനെ കിട്ടിയത്. ഇത്രയും സമയം എടുക്കുമൊന്നും ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു. മാത്രമല്ല പ്രോണിനെ പിടിക്കുന്നത് ഭയങ്കര ഒരു ഹാർഡായിട്ട് തന്നെ തോന്നി. കണ്ടോ, ആ സൈഡ് ഫുള്ള് അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നിറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞപ്പം എനിക്കൊരു പ്രോണിനെ കിട്ടി. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവം ഈസിയൊന്നുമല്ല. ഒത്തിരി പ്രോൺസിനെയൊന്നും നമുക്ക് പിടിച്ചുകൊണ്ട് പോകാം എന്നുള്ള ഒരു കരിമയെ അങ്ങ് മറന്നേക്ക്. എനിവേ ആക്ടിവിറ്റി ഭയങ്കര ഫണ്ടാണ്. പക്ഷേ നമ്മൾ കൊടുത്ത കാശിന് നമുക്ക് ഒരിക്കലും മുതലാവത്തേ ഇല്ല. അങ്ങനെ ടോട്ടൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആകെ 3 പ്രോണാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.
അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി കണ്ടോ. ആ ഒരു സൈഡ് ഫുള്ള് ഇത്രയും ആൾക്കാരുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നേ. ഇവിടെ നിന്ന് ഒത്തിരി പ്രോണിനെയൊക്കെ പിടിച്ച് ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുമെന്ന് കഴിച്ചു. പക്ഷെ ആ കൂടെ ഞങ്ങൾക്ക് അത്ര നേരത്തെ പ്രയത്നത്തിൽ കൂടി കിട്ടിയത് 3 പ്രോൺസാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് 2 പേർക്കാണ് ആകെ കിട്ടിയത്. എനിവേ ഫണ്ണ് തന്നെയായിരുന്നു. അവിടെ നിൽക്കുന്നവർ ഇടയ്ക്ക് ആർക്കോ ഒരാൾക്ക് കിട്ടി, അതാണ് എൻ്റെ ഓർമ്മ. ഇതൊരു കിടിലം ഫൺ ആക്ടിവിറ്റിയാണ്, പക്ഷെ നമുക്ക് പൈസ നഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്നതിൽ ഒത്തിരി ഫ്രോണിനെ പിടിച്ചൊരു വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.